ഹായ് ഹലോ. ഇന്ന് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ രാവിലെ ഞാനും ഹസ്ബൻഡും കൂടെ പോകാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഉടനെ ഒരാൾ പറഞ്ഞു ഞാനും വരുന്നു നിങ്ങളുടെ കൂടെയെന്ന്. എന്ത് ചെയ്യാനാ, ഒരു എക്സാമിന് മനസ്സമാധാനമായിട്ട് പോയി എഴുതാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കത്തില്ല എൻ്റെ ഒരു കുരിപ്പ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡിയായി രാവിലെ സ്റ്റേഷനിലോട്ട്, റെയിൽവേ സ്റ്റേഷനിൽ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ 8:45 ട്രെയിനാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് ലേറ്റായി, പാർക്കിങ് കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവിടെ ലേറ്റായി. പക്ഷേ ട്രെയിൻ നമുക്ക് വേണ്ടി ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ടേ ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു. 1:30ക്കാണ് നമ്മുടെ എക്സാം. അപ്പോൾ എനിക്ക് പേരൂർക്കട ഗേൾസ് HSSൽ വെച്ചിട്ടായിരുന്നു എക്സാം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ എത്തി, വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത്. പക്ഷേ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് സൺഡേ ആയിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ഞാൻ മാത്രമല്ല ഇവിടെ ടെസ്റ്റ് എഴുതാൻ ഇഷ്ടം പോലെ കുട്ടികൾ ഇവിടെ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷനിൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു ട്രെയിനകത്ത് നിൽക്കാനുള്ള സ്ഥലം പോലും, ഒന്ന് കാല് ഒരു പാദം പോലും വെക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സീറ്റേ ഇല്ലായിരുന്നു. കുഞ്ഞിനൊരു ഇച്ചിരി സീറ്റ് അങ്ങാണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങളൊരു 2 സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ കൊല്ലം മുതലാണ് അവിടെ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. ആ ട്രെയിനകത്ത് അത്രയ്ക്ക് കുട്ടികളായിരുന്നു കണ്ടോ. അത്രയ്ക്ക് മേളിലായാലും താഴെയായാലും എല്ലാവരും ടെസ്റ്റ് എഴുതാൻ പോവുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും എന്താ പറയുന്നത്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എത്ര കുട്ടികളാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് ഒരു ടെസ്റ്റ് പോലും വിടാതെ വന്ന് എഴുതുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ ഒരു ആത്മാർത്ഥത പോലും ഇല്ലാത്ത ഒരു കുട്ടിയാണ് ഞാൻ കേട്ടോ. PSC എന്ന് പറയുമ്പോൾ തന്നെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ പോയി എന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിച്ചിട്ട് പോയി അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ അങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെന്താ, അങ്ങനെ പിന്നെ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരം എന്നും നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. അങ്ങനെ പിന്നെ 1:30ക്കാണ് എക്സാം. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ 12:30ആയി. അപ്പോഴത്തേക്കും കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ എക്സാം ഹാളിലൊക്കെ എക്സാമിന് പോയത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പക്ഷെ ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ ഞാൻ പറയാമല്ലോ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. പഴയ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ദേവസ്വം ബോർഡിൻ്റെ എക്സാം ആയിരുന്നു കേട്ടോ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാം ആയിരുന്നു. പഴയ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടിപൊളിയായിട്ട് നല്ലോണം ഒരു വർഷം കോച്ചിങ്ങിന് പോയ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ കണക്ക് പണ്ടേ പോയി കിടക്കുകയാണ്. കണക്ക് എനിക്ക് ഒട്ടും പിടികിട്ടാത്ത ഒരു സംഭവമാണ് കണക്ക്. ബാക്കിയെല്ലാം എളുപ്പമെന്നല്ല, ബാക്കിയും പാടാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അറിയാവുന്നതൊക്കെ 3-4 ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് കറപ്പിച്ചു വെച്ചു. ബാക്കി കറക്കി കുത്തിയൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റേഷനിൽ അങ്ങനെ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മേടിച്ച് ഹസ്ബൻഡെല്ലാം ചെക്ക് ചെയ്ത് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നിർത്തും, എക്സാം കഴിഞ്ഞു വിട്ടു, ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഓക്കെ ബൈ, അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.